അരേണ്യവർഗത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്നവരാണ്. കയ്യിൽ ചില്ലറയുള്ളവർക്കും വേണ്ടി സ്വാധീനമുള്ളവർക്കും വേണ്ടി മാത്രമുള്ളതാണ്. ഒരു സമുദായ സംഘടന എങ്ങനെ പ്രവർത്തിക്കണം എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സമസ്ത. അതിലെ മുഴുവൻ പാവപ്പെട്ടവന്റെയും സാധാരണക്കാരന്റെയും കൂടി പ്രസ്ഥാനമാണ് എന്നുള്ള ബോധ്യം അവർ നിലനിർത്താൻ കഴിഞ്ഞതുകൊണ്ടാണ് സമസ്തയുടെ പ്രസക്തി. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ അഭിവന്ദ്യനായ മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇവിടെയുണ്ട്. ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരാളാണ്. ഏത് കാര്യവും സരസമായിട്ട് ഇവിടെ അവതരിപ്പിക്കും. ഇപ്പൊ പറഞ്ഞ കേട്ടില്ലേ, സാധാരണ ഞാൻ മുഖ്യമന്ത്രിയുടെ മുഖത്തേക്ക് നോക്കിയത് സാധാരണ മുഖ്യമന്ത്രിയുടെ മുഖം മാറും. പക്ഷേ ഇദ്ദേഹത്തിന്റെ അവതരണ രീതി, ആ അവതരണ രീതിയിൽ മുഖ്യമന്ത്രി പോലും ചിരിച്ചു. അത് മുഖ്യമന്ത്രിയെ കൊണ്ടുപോലെ ചിരിപ്പിക്കാൻ പറ്റുന്ന ഒരാളാണ്. ഞങ്ങളൊക്കെ ഏത് പ്രതിസന്ധിയിലായാലും ഏത് പ്രശ്നത്തിൽ ഇടപെട്ടായാലും അടുത്ത് ചെന്നിരുന്നാൽ മതി, 5 മിനിറ്റ് മതി. നമ്മൾ തിരിച്ചു വരുന്നത് മുഴുവൻ ശക്തിയോടും കൂടിയാണ് വരുന്നത്. പറയുന്ന വാക്കുകൾ, കോരിച്ചൊരിയുന്ന വാത്സല്യം, സ്നേഹം, ഞങ്ങളെ അത് മറക്കാൻ പറ്റില്ല. ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിലുണ്ട്. അങ്ങയുടെ അടുത്ത് ആര് വന്നാലും എന്ത് തന്നെയാണ് അനുഭവം എന്ന് ഞങ്ങൾ പരസ്പരം പങ്കുവയ്ക്കാറുണ്ട്. അന്ന് കാണിക്കുന്ന ഈ സ്നേഹവും വാത്സല്യവും തീർച്ചയായും അത് സമസ്തയുടെ പ്രഭാവം കൂടുതൽ വർദ്ധിപ്പിക്കാൻ ഇടവരുത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ശതാബ്ദി ആഘോഷങ്ങളിലേക്ക് കടക്കുകയാണ്. ഫെബ്രുവരിയിൽ കടക്കുകയാണ്. ഞാൻ മുൻകൂട്ടി പ്രത്യേകമായ ആശംസകൾ നേരുകയാണ്. തീർച്ചയായും ഞങ്ങൾക്കെല്ലാം അഭിമാനത്തോടുകൂടി പറയാൻ കഴിയുന്ന പ്രസ്ഥാനമാണ് സമസ്ത എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഈ കോഫി ടേബിൾ ബുക്ക് തയ്യാറാക്കാൻ മുൻകൈയെടുക്കാൻ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിനെ കൂടി പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി.